നമസ്കാരം, ഞാൻ ഡോക്ടർ ചിന്മയി ജയപ്രകാശ്, പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ ജനറൽ മെഡിസിൻ വിഭാഗത്തിൽ ഫിസിഷ്യനാണ്. ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് മങ്കി പോക്സ് അഥവാ വാനരവസൂരി എന്ന രോഗത്തെ പറ്റിയാണ്. കോവിഡിൻ്റെ 4ാം തരംഗം നമ്മൾ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിനിടയിൽ ഇതുപോലെയുള്ള പകർച്ചവ്യാധികൾ കടന്നു വരുമ്പോൾ ഏവരിലും ഒരാശങ്കയുണ്ടാകുന്നുണ്ട്. ഈ വർഷം മെയ്യിൽ ബ്രിട്ടനിൽ കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടു തുടങ്ങി. ഇപ്പോൾ ഇതാ ഇന്ത്യയിലും കേരളത്തിലും 2 കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടു. ഇതുവരെ കണക്കനുസരിച്ച് ഏകദേശം 50-ൽ പരം രാജ്യങ്ങളിൽ 3000-ലും 4000-ലും ഇടയ്ക്ക് കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. പേര് പറയുന്നത് പോലെ ഇത് കുരങ്ങിൽ നിന്നും മാത്രം മനുഷ്യരിലേക്ക് പകരുന്ന ഒരു രോഗമല്ല വാനരവസൂരി എന്നത്. എന്നാൽ ലോകത്തുനിന്ന് ഉന്മൂലനം ചെയ്യപ്പെട്ട സ്മോൾ പോക്സ് അഥവാ വസൂരി എന്ന രോഗവുമായി ഇതിൻ്റെ ലക്ഷണങ്ങളുമായിട്ട് നല്ല ബന്ധമുണ്ട്. വസൂരിയുടെ മാരകശേഷിയും കോവിഡിൻ്റെ വ്യാപനശേഷിയും ഈ രോഗത്തിന് അത്രയ്ക്കില്ല എന്നുള്ളത് ഒരു ആശ്വാസകരമായിട്ടുള്ള കാര്യമാണ്. എന്നിരുന്നാലും ഇന്ത്യ പോലെ ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ഒരു രാജ്യത്ത് ഇത് വൺസ് തുടങ്ങിക്കഴിഞ്ഞ് പകരാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ്. വാനരവസൂരി എന്ന് പറയുന്നത് ഒരു വൈറൽ ഇൻഫെക്ഷനാണ്. ഓർത്തോപോക്സ് വൈറസ് എന്ന DNA വൈറസ് വഴി പകരുന്ന ഒരു രോഗമാണ് വാനരവസൂരി. ഇത് ആദ്യമായിട്ട് ആഫ്രിക്കൻ രാജ്യം, അതായത് സെൻട്രൽ ആഫ്രിക്ക, വെസ്റ്റ് ആഫ്രിക്ക പോലെയുള്ള അവിടെയുള്ള വനാന്തരങ്ങളിൽ കണ്ടുവന്നിരുന്ന ചില സസ്തനികൾ, അതായത് ചില അണ്ണാനുകൾ, എലികൾ, ഉറുമ്പുതീനികൾ, അവരിലൊക്കെയാണ് ഈ വൈറസ് ആദ്യമായിട്ട് ഐസൊലേറ്റ് ചെയ്തിരുന്നത്. ആ പ്രദേശത്ത് ജീവിച്ചുകൊണ്ടിരിക്കുന്ന മനുഷ്യരിലും ക്രമേണ ഈ രോഗലക്ഷണങ്ങൾ കണ്ടുവന്നിരുന്നു. അവരുമായിട്ട് കോണ്ടാക്റ്റ് വഴി മൃഗങ്ങളുമായിട്ട് കോണ്ടാക്റ്റുള്ള മനുഷ്യരിലേക്ക് ഈ രോഗം പകരുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. പിന്നീട് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ള രോഗങ്ങളിൽ സമൂഹ വ്യാപനം നടന്നു എന്ന് തന്നെ വേണം കണക്കാക്കാൻ. അതുകൊണ്ട് തന്നെ WHO എല്ലാവരിലും ഒരു ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചിട്ടുണ്ട്. ഇനി ഈ രോഗം എങ്ങനെ പകരുന്നു മനുഷ്യരിലേക്ക്? ഈ മൃഗങ്ങളിൽ ഈ വൈറസ് ഐസൊലേറ്റ് ചെയ്തതുകൊണ്ട് തന്നെ ഈ മൃഗങ്ങളുമായിട്ട് സമ്പർക്കമുള്ള മനുഷ്യരിലാണ് ആദ്യമായിട്ട് ഈ രോഗലക്ഷണങ്ങൾ കണ്ടുവന്നിരുന്നത്. മനുഷ്യരിൽ നിന്ന് മനുഷ്യരിലേക്ക് പകരുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, അസുഖം ബാധിതനായിട്ടുള്ള മനുഷ്യരിൽ നിന്ന് മറ്റു മനുഷ്യരിലേക്ക് അവരുടെ ശരീരസ്രവങ്ങളുമായിട്ടുള്ള കോണ്ടാക്ട്, അവരുമായിട്ട് നല്ല സമ്പർക്കത്തിലുള്ള ആൾക്കാരിലാണ് മനുഷ്യരിൽ നിന്ന് മനുഷ്യരിലേക്ക് ഈ രോഗം പകരുന്നത്. രോഗലക്ഷണങ്ങൾ എന്ന് പറയുന്നത് ഏകദേശം ഒരു 6 മുതൽ 2 ആഴ്ചയ്ക്കുള്ളിൽ തന്നെ പ്രകടമാകും. ചിലരിൽ ഇത് 21 ദിവസം വരെയും പോകാം. പ്രധാനമായും കണ്ടുവരുന്നവ, അതായത് പ്രാരംഭ ലക്ഷണങ്ങളിൽ എന്ന് പറയുന്നത് നല്ല പനി, ശരീരവേദന, പേശീവേദന, അതിയായ ക്ഷീണം, അതുപോലെ തന്നെ കഴലവീക്കം ഇതിൻ്റെ ഒരു പ്രധാന ലക്ഷണമാണ്. സവിശേഷ ലക്ഷണമായിട്ടുള്ളത് ശരീരത്തിൽ, നമ്മുടെ തൊലിപ്പുറത്ത് പ്രകടമാകുന്ന കുമിളകളാണ്. അത് നമ്മുടെ ഫേസിൽ, മുഖത്ത് തുടങ്ങി താഴോട്ട് കൈപ്പത്തിയിലും കാലുകളിലേക്കും ശരീരമാകെ വ്യാപിക്കുന്നുണ്ട്. ചിക്കൻ ബോക്സ് പോലെ, എന്നാൽ വയറിലും നെഞ്ചത്തും മാത്രമല്ല കുമിളകൾ രൂപപ്പെടുന്നത്. കുമിളകൾ വന്നു അതിനുള്ളിൽ അത് ക്രമേണ ഉണങ്ങി പൊറ്റകളായിട്ട് മാറുന്നത് വരെ, അതായത് ഏകദേശം 21 ദിവസം വരെയാണ് അത് എടുക്കുന്ന സമയം. ഈ കാലയളവ് അത്രയും ഒരു മനുഷ്യരിൽ നിന്ന് മറ്റു മനുഷ്യരിലേക്ക് പകരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതിനാൽ തന്നെ ഈ രോഗലക്ഷണങ്ങൾ കണ്ടുവരുമ്പോൾ തന്നെ നമ്മൾ ഐസൊലേഷനിൽ പോകണം. അതായത് ബാക്കിയുള്ളവരുമായിട്ട് സമ്പർക്കം ഉണ്ടാകാതിരിക്കാനായിട്ട് ഒരു മുറിയിൽ വസിക്കുക. നല്ല വായുസഞ്ചാരമുള്ള മുറിയാണെന്ന് ഉറപ്പുവരുത്തുക. അവിടെ മാസ്കും അതേപോലെ ഈ തൊലിപ്പുറത്തുള്ള കുരുക്കൾ മറയ്ക്കുന്ന രീതിയിലുള്ള വസ്ത്രങ്ങൾ ഇടുക. അതേപോലെ നമ്മുടെ പേഴ്സണൽ, അതായത് വസ്ത്രങ്ങളും ഭക്ഷണം കഴിക്കുന്ന പാത്രങ്ങളുമൊക്കെ ശുചിയായിട്ട് ഉപയോഗിക്കുക. ഇതൊക്കെ നമ്മൾ ഗൃഹചികിത്സയിൽ അത് ചെയ്താൽ മതിയാകും. അഥവാ പനിയോ ശരീരവേദനയോ കൂടുതലായിട്ട് കാണുകയാണെങ്കിൽ പാരസെറ്റമോൾ പോലെയുള്ള മരുന്നുകളും, കുമിളകളുള്ള ചൊറിച്ചിലൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ആൻറ്റിഹിസ്റ്റമിൻ മരുന്നുകളും, സപ്പോർട്ടീവ് തെറാപ്പിയാണ് പ്രധാനമായിട്ടും ഉദ്ദേശിക്കുന്നത്. അഥവാ എപ്പോഴാണ് നമ്മൾ ഇത് ഗുരുതരാവസ്ഥയിലോട്ട് പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, പെട്ടെന്ന് കണ്ണുകളിൽ ഇത് കുരുക്കൾ വരുന്നത് കൊണ്ട് കാഴ്ചശക്തി മറയാനും അന്ധതയിലേക്ക് പോകാനുമുള്ള സാധ്യതയുണ്ട്. കാഴ്ചശക്തി മറയുന്നത് പോലെ തോന്നുകയോ, പെട്ടെന്ന് നെഞ്ചുവേദന, ശ്വാസം മുട്ടൽ അതുപോലെയുള്ള അനുഭവപ്പെടുകയോ, അല്ലെങ്കിൽ മൂത്രത്തിൻ്റെ അളവ് കുറയുന്നതായിട്ട് കാണുകയോ, പെട്ടെന്ന് ഫിറ്റ്സിൻ്റെ ഒരു ലക്ഷണങ്ങൾ കാണിക്കുകയോ, അങ്ങനെ വല്ല സിംറ്റംസ് വരുവാണെങ്കിലാണ് നമ്മൾ ഉടനെ ഹോസ്പിറ്റലിൽ റിപ്പോർട്ട് ചെയ്യേണ്ടത്. ഗുരുതര അവസ്ഥയിലേക്ക് പോകുന്നത് വളരെ കുറവാണെങ്കിൽ കൂടി ഈ രോഗം ഗുരുതര അവസ്ഥയിലേക്ക് പോകുന്നത് പ്രായം കുറഞ്ഞ കുട്ടികളിൽ, മുതിർന്നവരിൽ, ഗർഭിണികളിൽ,
അല്ലെങ്കിൽ ചില ഇമ്മ്യൂണോ കോംപ്രമൈസ്ഡ് ആൾക്കാരിൽ, അതായത് ഡയബറ്റീസ് ഉള്ളവരിൽ, കിഡ്നി ഡിസീസ് ഉള്ളവരിൽ, അല്ലെങ്കിൽ ചില സ്റ്റിറോയിഡ് പോലുള്ള മരുന്നുകൾ എടുക്കുന്നവരിൽ, അവരിലൊക്കെ ചിലപ്പോൾ ഇത് ഗുരുതരാവസ്ഥയിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. അതായത് അവർക്ക് ബ്രോങ്കോ ന്യൂമോണിയ, ശ്വാസകോശത്തിൽ ഇൻഫെക്ഷൻ ഉണ്ടാവാം, മസ്തിഷ്ക ജ്വരം സംഭവിക്കാം, കിഡ്നി ഫങ്ഷൻസിനെ എഫക്റ്റ് ചെയ്യാം, അങ്ങനെയുള്ള കോംപ്ലിക്കേഷൻസിലോട്ട് ചിലപ്പോൾ പോകാൻ സാധ്യതയുണ്ട്. അങ്ങനെ വരുമ്പോൾ മാത്രം ഡോക്ടറെ കാണുകയും ഹോസ്പിറ്റൽ അഡ്മിഷൻ എടുക്കുകയും വേണ്ടതാണ്. സ്മോൾ പോക്സ് വാക്സിൻ മങ്കി പോക്സിനെതിരെ ഒരു 85% പ്രതിരോധശേഷി നൽകുന്നുണ്ട്. അതുകൊണ്ട് പല പശ്ചിമ രാജ്യങ്ങളിലും ഇപ്പോൾ ആ വാക്സിൻ കൊടുത്തു തുടങ്ങിയിട്ടുണ്ട്. ഇന്ത്യയിലും കേരളത്തിലും അത് ഇപ്പോൾ അവൈലബിൾ അല്ല. അതാണ് വാക്സിനെ പറ്റി പറയാനുള്ളത്. അടുത്തതായിട്ട് പറയാനുള്ളത്, എങ്ങനെ രോഗലക്ഷണങ്ങൾ കണ്ടുവരുന്നവരിൽ എങ്ങനെ രോഗം കൺഫേം ചെയ്യാം. പ്രധാനമായും ചെയ്യുന്നത്, നമ്മുടെ കോവിഡിന് നമ്മൾ ടെസ്റ്റ് ചെയ്ത രീതി പോലെ നേസൽ സ്വാബും ത്രോട്ട് സ്വാബും എടുക്കണം. അതായത് മൂക്കിലൂടെയും വായിലൂടെയുമുള്ള സ്രവങ്ങൾ ശേഖരിക്കണം. അതേപോലെ തന്നെ കുമിളകളിലുള്ള സ്രവങ്ങൾ ശേഖരിക്കാം. പിന്നെ ബ്ലഡ് ടെസ്റ്റും യൂറിൻ ടെസ്റ്റും ചെയ്യാം. ഇതിനെല്ലാം PCR ടെസ്റ്റാണ് കൺഫേം ചെയ്യേണ്ടത്. അങ്ങനെ നമ്മൾ രോഗം കൺഫേം ചെയ്യുന്നത്. ഇത്രയൊക്കെയാണ് മങ്കി പോക്സിനെ പറ്റി അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഒരു ഭീതിയുടെ ആവശ്യമില്ല. എന്നിരുന്നാലും ജാഗ്രത ആണ് അത്യാവശ്യം. താങ്ക് യു.